ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെനി ഡെസ്കർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മുടെ ഡൗൺ ടൗൺ ആയിട്ടുള്ള മെൽബണിൻ്റെ ഡൗൺ ടൗൺ, പിന്നെ ബീച്ച്, അങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും പോകാനായിട്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കണ്ട പോലെ ഒരു $1 million ഹൗസാണ്. നാട്ടിലെ ഒരു 5.5 കോടി 6 കോടി രൂപ അടുത്ത് വരും ഹൗസിന്. അപ്പോൾ അത് നമ്മളൊന്ന് നേരിട്ട് കാണാനും അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ഓസ്ട്രേലിയൻ കാനഡയിലും നമുക്ക് പല കാര്യങ്ങളും സിമിലറാണെന്ന് നമ്മൾ പണ്ടേ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ വീടുകളൊക്കെ എങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വീടുകളും അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഒന്ന് കാണാനായിട്ട് നല്ല താല്പര്യമുണ്ടായൊരു കാര്യം തന്നെയാണ്. ബേസിക്കലി അവിടുത്തെ വീടുകളും ഇപ്പോൾ നമുക്ക് അവിടെ ഇവിടെ ഡിസ്പ്ലേ ഹോംസ് ആണ് ഈ വെച്ചേക്കുന്നത്. എനിക്കത് ആദ്യം വന്നപ്പോൾ അത് ക്യാച്ച് ആയിട്ടുണ്ടായില്ല. ബേസിക്കലി അവർ ഡിസ്പ്ലേ ഹോംസ് പോലെ നമുക്കിങ്ങനെ നമുക്ക് വന്ന് കയറാനും നമുക്ക് അവിടെ നേരിട്ട് കണ്ട് കാണാനുമായിട്ടുള്ള ഒരു അവസരങ്ങളുണ്ട്. ഇതെല്ലാം അവർ വെച്ചേക്കുന്ന ആ ഒരു പല പല ബിൽഡേഴ്സ് വെച്ചേക്കുന്ന ഡിസ്പ്ലേ ഹോംസാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എക്സാക്ട്ലി എന്താണെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്ന് കാണാനാണെങ്കിലും പല കൺസ്ട്രക്ഷൻ രീതിയിലേക്ക് വെച്ച് പോകുമ്പോൾ കനേഡിയൻ വീടുകളൊക്കെ പോലെ തന്നെ തോന്നിയത്. ഇവിടുത്തെ വീഡിയോ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. നമ്മളെന്തായാലും ബാക്കി നമുക്ക് വീഡിയോയിൽ നമുക്കത് കാണാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് കാർലൈൽ എന്നാണ് അവരുടെ ബിൽഡറിൻ്റെ പേര്. അപ്പോൾ നമ്മളവിടെ കയറുക, അവിടെ നമ്മൾ റിസപ്ഷനിൽ ആളിരിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ബേസിക്കലി അവരുടെ ചോദിച്ചു. അപ്പോൾ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ബേസിക്കലി ആൾക്കാരിങ്ങനെ കാണാൻ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിലിപ്പോൾ കൊടുത്തേക്കുന്ന പോലെ ഈ 5 ബെഡ്റൂം വീടാണ് ഇതിലുള്ളത്. ഇപ്പോൾ കാണിച്ചേക്കുന്നത് തൊട്ടപ്പുറത്ത് നമ്മൾ വേറെ, അപ്പോൾ നമുക്ക് പല പല വീടുകൾ നമുക്ക് അവിടെ കാണുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി സ്ക്വയർ ഫൂട്ടേജ് വെച്ചിട്ട് വലിയതാണ്. പക്ഷേ ബെഡ്റൂം 4ആണുള്ളത്, പക്ഷേ സ്ക്വയർ ഫൂട്ടേജ് വെച്ച് വലിയതാണ് എന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളതിൽ കയറി അത്യാവശ്യം നല്ലൊരു ലിവിങ് റൂം തന്നെയാണ് സ്റ്റാർട്ടിങ്ങിനുള്ളത്. എനിക്ക് തോന്നുന്നു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഓഫീസ് റൂമായിട്ട് അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു ലിവിങ് സ്പേസും അല്ലെങ്കിൽ അതും ഇതേപോലത്തെ ഒരു ഓപ്പൺ ഏരിയ പോലത്തെ നമുക്കൊരു ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ബേസിക്കലി നമ്മുടെ ലോണ്ട്രി, ഇത് അലക്കാനും ഇത് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പ്രിറ്റി മച്ച് നമ്മൾ നോക്കുമ്പോൾ കാനഡയിലൊക്കെ ഉള്ള പോലെയൊക്കെ തന്നെ ഉള്ളൊരു പാറ്റേൺ ആണ് നമ്മൾ കണ്ടത്. ഇത് നമുക്കൊരു 0.5 ആയിട്ടുള്ള ടോയ്ലറ്റ് നമുക്ക് എപ്പോഴും നമ്മുടെ ലിവിങ് റൂമിൻ്റെ സൈഡിലെപ്പോഴും ഒരു 0.5 ടോയ്ലറ്റിൽ നമുക്ക് ഉണ്ടാവും. അതിൽ കുളിക്കാൻ പറ്റില്ല, ബാക്കി നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ്. ഇത് കിച്ചണാണ്, കിച്ചൻ്റെ എക്സ്റ്റൻഷനാണ് ഇങ്ങോട്ടുള്ളത്. അത് ഓപ്പൺ കിച്ചൺ, അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള ഷെൽഫ്സും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല രീതിയിലാണ് സ്റ്റേജ് ചെയ്തേക്കുന്നത്. സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത ഒരു വീടിനെ പോലെ തന്നെ നമുക്കത് തോന്നിക്കുന്ന രീതിയിലെല്ലാം ഫേർണിച്ചേഴ്സും ലൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റേജ് ചെയ്ത് നമുക്ക് ആ വരുമ്പോൾ സാമ്പിൾ വീട് നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് അവർ ഓൾറെഡി ആ രീതിയിൽ സ്റ്റേജ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലെ കൂടി നമുക്ക് അതിൻ്റെ ബാക്ക് യാർഡൊക്കെ കാണാം. നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ നമുക്ക് നാട്ടിൽ നമുക്കറിയാം 5.5 കോടി 6 കോടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം സ്ഥലവും അല്ലെങ്കിൽ എത്ര വലിയ വീടായിരിക്കും. പക്ഷേ പുറത്തുള്ള പൈസയും പുറത്തുള്ള ചിലവും വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ബേസിക്കലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അത്യാവശ്യം എന്താ പറയുക, നല്ല ഗ്ലാസ്സുകളാണെങ്കിലും നമുക്കറിയാം സ്ലൈഡിങ് ഡോർസൊക്കെ വന്ന് ഗ്ലാസ്സുകളായിട്ടുള്ളത് നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഈ വീടിന് 1,117,700 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിൽ എത്രയെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാം. ഹായ് എവ്രി വൺ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എൻക്വയറീസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങളൊരു കോളിൻ്റെ സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി. അപ്പോൾ ആ ഒരു സെഷന് വേണ്ടി ആക്ച്വലി ഞങ്ങളൊരു വീക്ക്ലി ഒരു 2 കോൾസാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 2 കോൾസിന് ഞങ്ങളൊരു 20 മിനിറ്റ്സ് ടൈം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻക്വയറി എന്ന് പറഞ്ഞ്, കോളിന് വേണ്ടിയാണെങ്കിൽ ഇൻക്വയറി എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആളെ ഞങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്തിരിക്കും. പക്ഷേ ഇതെങ്ങനെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ്, അതായത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ ഇൻബോക്സിൽ
സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് വരുന്നയാളെ ഞങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യും. പിന്നെ കോൾ സെഷന് നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറഞ്ഞത് അത് ഒരേ ഒരു ആൾക്ക് മാത്രമാണ്, അതായത് ഏറ്റവും ഫസ്റ്റ് ഇടുന്ന ആൾക്ക് മാത്രം. പിന്നെ നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആളുടെ നീഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഒരു ആളെ നമ്മൾ വിളിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പോലെ, അതായത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ആദ്യമായിട്ട് വീട് എടുക്കാൻ ആൾക്കാർ, നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ അറിയില്ല, അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ ഇന്ന കോളേജിൽ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആ ഫ്രണ്ട്സ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പോലെ ഞങ്ങൾ ബേസിക്കലി ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതിന് 2 വാട്സാപ്പ് ഗ്രൂപ്പും 2 ഫേസ്ബുക്ക് ഗ്രൂപ്പുമാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരെണ്ണം എന്താ പറയുക സ്റ്റഡി വിസയ്ക്ക് വേണ്ടി മാത്രം, മറ്റത് നമ്മുടെ വർക്ക് വിസയും ആൻഡ് PR ബേസ് ചെയ്തതിന് വേണ്ടി മാത്രം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻബോക്സ് ഇടുക. അതിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഇല്ല, കാരണം കോൾ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് 2 പേർക്ക് പറ്റുന്നത്. ഇത് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ ഗ്രൂപ്പ്സിൽ ഞങ്ങൾ ആഡ് ചെയ്തിരിക്കും. FB ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ മതി, ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, അപ്പോൾ നിങ്ങൾ ബാക്കി അത് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ. താങ്ക് യു. ഇത് ആ ഒരു ഓപ്പൺ കിച്ചൺ മോഡലാണ് ബേസിക്കലി നമ്മുടെ ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്കൂടെ കയറുമ്പോൾ നമുക്ക് ഇനി അടുത്ത നമ്മുടെ ബെഡ്റൂംസും അല്ലെങ്കിൽ ഓരോ മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിലും കിഡ്സ് ബെഡ്റൂം ആണെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ബേസിക്കലി കാനഡയിലും അങ്ങനെ തന്നെയാണ്. അതായത് കൂടുതലും ബെഡ്റൂംസ് നമുക്ക് താഴത്തെ തരം ഇത് കാണാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്നത് അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഒരു ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് നമുക്ക് എന്താ പറയുക, അതായത് നമുക്ക് കുളിക്കാനുള്ള കാര്യങ്ങളും പിന്നെ ഒരു 0.5 പോലത്തെ ഒരു ടോയ്ലറ്റിൻ്റെ പോലത്തെ ഒരു മുറി, അത് സെപ്പറേറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ബേസിക്കലി നമ്മൾ കാണുന്നത്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോഴേക്കും ഇതിൽ നമുക്കൊരു വാക്ക് ഇൻ ക്ലോസറ്റ്, അതായത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാവുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു വാക്ക് ഇൻ ക്ലോസറ്റ് ഉള്ളത്. പിന്നെ അതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റാണ് നമ്മൾ ഈ കാണുന്നത്. അതിലിപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ ഉള്ള സൗകര്യമുണ്ട്, പിന്നെ അതേപോലെ നമുക്ക് ഷവറിൻ്റെ സൗകര്യമുണ്ട്, പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ടബിൻ്റെ സൗകര്യമുണ്ട്. അതൊക്കെ കൂടിയുള്ള ഒരു വലിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്, നമുക്കെല്ലാം വെക്കാവുന്ന രീതിയിലുള്ള ഒരു അത്യാവശ്യം നല്ലൊരു ബെഡ്റൂമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇത് നമുക്ക് എന്താ പറയുക, ഫ്രണ്ടിലും ബാക്കിലും അവർ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കിലത്തെ ബാൽക്കണിയാണ് നമുക്ക് ഉള്ളത്. അത്യാവശ്യം ബാൽക്കണി ആണെങ്കിലും സ്പേഷ്യസ് ആണ്. നമ്മളൊരിക്കലും നാട്ടിലത്തെ ഒരു 6 കോടി രൂപ എന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റിൽ നമ്മളൊരിക്കലും കാണരുത്. പക്ഷെ എന്നാലും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് പുറമേൽ നമുക്ക് കാണാനും നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു കാഴ്ച നമുക്ക് എപ്പോഴും അടിപൊളിയായിരിക്കും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. താഴത്ത് നമ്മൾ കാണുന്നത് കാർപ്പറ്റഡ് ഫ്ലോറാണ്, അല്ലാതെ നമുക്ക് നോർമലി നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഇതല്ല. ഇതിൽ ടോയ്ലറ്റിലൊക്കെ ടൈലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കാരണം അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളായതുകൊണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബാക്കിയുള്ള റൂംസൊക്കെ പ്രിറ്റി മച്ച് എന്താ പറയുക, നമുക്ക് കാണുന്നത് പോലെ തന്നെ ഒരു അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസ് മുറിയാണ്. സ്റ്റാൻഡേർഡ് സൈസ് മുറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കിഡ്സിനും അല്ലെങ്കിൽ നമുക്ക് മാസ്റ്റർ അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പാരൻസിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുറിയാണ് നമ്മൾ ബേസിക്കലി നമുക്ക് കാണുന്നത്. എല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. എന്താ പറയുക, പുതിയ ടൈപ്പ് ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലും അല്ലെങ്കിൽ ലിവിങ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഇതാണ് ലിവിങ് റൂം. മുകളിലും ഇത് ശരിക്കും കാണുമ്പോൾ നമ്മൾ താഴത്താന്ന് വിചാരിക്കും, പക്ഷേ ഇതും മുകളിലത്തെ ആ ഒരു ഇത് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലും ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള ഈ പറഞ്ഞ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലില്ലാത്തൊരു സ്ട്രക്ചറാണ് മെയിൻലി ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ മെയിൻലി ടിമ്പറാണ്, അതായത് നമ്മുടെ വുഡൻ ഫ്രെയിമിംഗ് ആണ് മെയിൻലി വെക്കുന്നത് കൺസ്ട്രക്ഷന്. ആ വുഡൻ ഫ്രെയിമിംഗ് വിത്ത് ബ്രിക്കിൻ്റെ ഒരു ഔട്ടർ ലെയറും കൊടുക്കും. അത് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ടിമ്പറോ അല്ലെങ്കിൽ സ്റ്റീലോ അതിൻ്റെ മുകളിൽ നമ്മുടെ ബ്രിക്കിൻ്റെ ഔട്ടർ ലെയർ കൊടുത്തിട്ടാണ് ഈ സ്ട്രക്ചർ പണിയുന്നത്. കോൺക്രീറ്റ് ആയിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഹൈലി നമുക്ക് ഓസ്ട്രേലിയയിൽ നല്ല രീതിയിൽ ബുഷ് ഫയറൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്, അതായത് കാട്ടുതീയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ. അങ്ങനെ അത്രയും ഹൈലി പ്രോൺ ആയിട്ടുള്ള ഏരിയയിലാണ് ഈ കോൺക്രീറ്റും ബാക്കിയുള്ള സ്റ്റീലും കാര്യങ്ങളും. ഈ ടിമ്പർ അധികം ഉപയോഗിക്കില്ല. നമുക്കറിയാം നമ്മുടെ മരം വെച്ച് വിടുന്ന ചാൻസസ് കത്ത് പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അടുത്ത വീട് നമ്മൾ കാണാൻ പോകുന്നത് ഇതൊരു മറ്റത് 1,100,000 and സംതിങ് ഉണ്ട്. ഇത് 800,000 വീടാണ് ബേസിക്കലി. ഇത് ഒറ്റ നില വീടാണ്, പക്ഷെ എന്നാൽ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം 4 ബെഡ്റൂമും 2 ബാത്റൂമും 2 കാർ ഇടാനുള്ള ഗരാജും ഉള്ള സ്പേഷ്യസ് ഒക്കെ അതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ നില വീടാണ്. മറ്റേ നമ്മൾ നേരത്തെ കണ്ടത് 2 നില വീടാണ്. ഇതും അതിൻ്റേതായിട്ടുള്ള കയറി വരുമ്പോൾ ഉള്ള ലിവിങ് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് പിന്നെ എന്താ പറയുക, ഇതിൽ ബാക്കിയുള്ള പ്രിറ്റിമച്ച് ഇത് കാർ പോർച്ചിലോട്ടുള്ള കയറി വരുന്ന റൂമും ഡോറാണ്. പിന്നെ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ മറ്റേ വീട്ടിൽ നമ്മൾ താഴത്തെ ബെഡ്റൂം കണ്ടിട്ടില്ല. ഇതിൽ ഒരൊറ്റ നിലയായതുകൊണ്ട് തന്നെ കയറി വരുമ്പോഴാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്.
നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിട്ടുള്ള ഇതാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ബേസിക് രീതിയിലുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ കാനഡയിൽ ആയിക്കോട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇൻസുലേഷൻ. കാരണം ഇവിടെ ഓസ്ട്രേലിയയിലും കാനഡയിലൊക്കെ ഭയങ്കര എപ്പോഴും ഹീറ്റും AC ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കൺട്രീസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ റൂഫും വോളൊക്കെ ഇൻസുലേഷൻ ചെയ്തില്ലെങ്കിൽ പല രീതിയിലുള്ള എനർജീസും, അതായത് നമുക്കറിയാം ഈ നമ്മുടെ ബില്ലൊക്കെ വരുമ്പോൾ എനർജി ബില്ല് വരുമ്പോഴേക്കും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും റൂഫിൻ്റെ ഇത് നോക്കും. പിന്നെ നമ്മുടെ ജനലൊക്കെ ഡബിൾ ഗ്ലേസ്ഡ് ജനലകളൊക്കെ ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആ എനർജിയൊക്കെ ലീക്കായി നമ്മൾ തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ AC ഇടുമ്പോഴാണെങ്കിലും AC അതിലൂടെ നമുക്ക് നമ്മുടെ AC പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ബില്ല് കൂടെ വരും എന്നുള്ളത്. അപ്പം അങ്ങനത്തെ കൺസിഡറേഷനൊക്കെ ഓൾറെഡി അവർ നോക്കിയിട്ടാണ് നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വോളാണെങ്കിലും വോളിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഫോം ബോർഡ്സ്, സ്പ്രേ ബോർഡ്സ്, അങ്ങനെ ഇൻസുലേഷൻ മെറ്റീരിയലാണ് മെയിനിലുള്ളത്. എന്തായാലും ഇവിടെ സ്റ്റേജ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ബേസിക്കലി കൊള്ളാം. കാരണം എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവർ ബേസിക്കലി എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട വീടാണ്, നമ്മൾ ആദ്യം പോയ വീടാണ്. അത് ബേസിക്കലി തൊട്ടപ്പുറത്തുള്ള വീടായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അങ്ങനെ വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേ ഹോംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അടുത്തടുത്തുള്ളൊരു സെറ്റപ്പിലാണ് ഇവർ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ്. കാരണം എന്താ പറയുക, എല്ലാത്തിനും ഇപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് പണ്ടത്തെ വീടുകൾ വെച്ച് നോക്കുമ്പോഴേക്കും ഓപ്പൺ കൺസെപ്റ്റ് കിച്ചണൊക്കെയാണ്, അല്ലെങ്കിൽ ആ ലിവിങ് സ്പേസിനോട് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ഒരു കിച്ചണൊക്കെയാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാവർക്കും അങ്ങോട്ടും തന്നെ വീട്ടിലുള്ള ആൾക്കാരായിട്ട് ഇടപെടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരസ്പരം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ലൈവായിട്ടിരിക്കാനും ഓപ്പൺ കൺസെപ്റ്റ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഈ ഫ്ലോറുകളൊക്കെ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കറിയാം വരും പറയായിരുന്നു അവരുടെ ഫ്ലോറൊക്കെ കാർപ്പറ്റ് ആദ്യം വെള്ളം ഇടാനാണ് നോക്കിയത്, പക്ഷേ അവർ പിന്നെ ബ്ലാക്ക് എടുത്തു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ള മെയിൻ കാരണം അഴുക്ക് പിടിക്കാനും കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട് വെള്ളയായി കഴിഞ്ഞാൽ. അപ്പോൾ അവർ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ബ്ലാക്കാണ് അവരെടുത്തത്. ഇത് നമ്മുടെ ലോണ്ട്രിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് ആണ് ബേസിക്കലി നമ്മളിപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നത്. എല്ലാറ്റും എന്താ പറയുക, എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയിൽ കാനഡയെക്കാളും ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ കൂടുതൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി പ്രിറ്റി മച്ച് എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഇതിൻ്റെ റൂമിൻ്റെ വലിപ്പമാണെങ്കിലും നമ്മളിവിടെ ന്യൂലി ബിൽഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ റൂമിൻ്റെ വലിപ്പവും ബാക്കി ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം ബാക്കിയുള്ള ഏറെക്കുറെ ഡിസൈൻ അടക്കം ഇപ്പോൾ ഈ പറഞ്ഞ് കാണിക്കുന്ന 0.5 ആയിട്ടുള്ള ടോയ്ലറ്റ് മാത്രമൊക്കെ ഞാൻ നാട്ടിൽ ഇതേവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ അത് കണ്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ 0.5 കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന. പിന്നെ മിക്ക എക്യുപ്മെൻസും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അവർ തരുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലതില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കുക്ക് ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഓവൻ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള റെഫ്രിജറേറ്റർ അതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഈ ബിൽഡർ അതിൻ്റെ പാക്കേജിൽ ബേസിക്കലി ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പം പല ബിൽഡേഴ്സും ഞാൻ സ്കൈലൈനിൽ നാട്ടിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റൊക്കെ കാണാനായിട്ട് സാമ്പിൾ അപ്പാർട്ട്മെൻറ്റൊക്കെ ഇടുമ്പോഴേക്കും ഇതുണ്ടായി. പക്ഷെ എന്നാൽ പോലും ആ അപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അപ്ലയൻസസ് ഒന്നും കൂടുതൽ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അങ്ങനത്തെ കാനഡയിലും ഓസ്ട്രേലിയയിലും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതാദ്യം നമ്മൾ നോക്കാതെ പോയതാണ്. നമ്മൾ രണ്ടാമത് ഉള്ള 4 ബെഡ്റൂമിലേക്ക് കയറിയത്. ഇത് 5 ബെഡ്റൂമുള്ള വീടാണ്. ഇതിൽ ഒരു ബെഡ്റൂം കൂടുതലാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി നല്ല രീതിയിൽ അവർ എല്ലാ ലൈറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേർണിച്ചറൊക്കെ പക്കയായിട്ട്. ഇത് നമ്മുടെ ഗരാജാണ്, ഇൻഡോർ ഗരാജ്. അതിൽ കൂടിയാണ് നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് കയറാം. ഇതിൻ്റെ നീളം തന്നെ അത്യാവശ്യം നല്ല നീളമുണ്ട്. ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ചെയ്തേക്കുന്ന കാര്യങ്ങളും എല്ലാം സെറ്റപ്പാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്താ പറയുക, പിന്നെ ബാക്കിയുള്ള കാര്യം എനിക്ക് ഈ വീട് കണ്ടപ്പോൾ ഏറ്റവും തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോൾ പല ആൾക്കാരോട് സംസാരിച്ചപ്പോഴും തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവരും വീടൊക്കെ വലിയ വീടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും വീടുകൾ എടുക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ സൈസ് എന്താണോ അത്രയും മാത്രം, അതായത് എത്ര നമ്പർ ഓഫ് ആൾക്കാരുണ്ടോ അത്രയും മാത്രമേ നമ്മൾ വീടെടുക്കാൻ പാടുള്ളൂ. കാരണം പല ആൾക്കാരും പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ 2 പേര് മാത്രമായിട്ടുള്ളൊരു വീടാണെങ്കിൽ പോലും നമ്മൾ ഇത്രയും വലിയ വീടോ അല്ലെങ്കിൽ ഒറ്റനില വീടാണെങ്കിൽ പോലും വളരെ വലിയ വീടൊക്കെ എടുത്താൽ, ഇതിപ്പോൾ $1 million വീടാണ്. ഇത്ര വലിയ വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ആളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പാരൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, അതുകൂടാണ്ട് നമുക്ക് വേറെ ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ വെക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ പുറത്ത് നമ്മൾ മിക്കവരും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയൊരു വീടൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാണുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ഇത് നമ്മൾ ജീവിച്ച് തുടങ്ങുമ്പോൾ അത് എത്രത്തോളം
അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇത് അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടിയിൽ നിൽക്കുകയുള്ളൂ. അല്ലാതെ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ബ്യൂട്ടിയിൽ നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത്രയും വലിയ വീട് നിങ്ങളൊന്ന് ആലോചിക്കുക, അടിച്ചു വരാനും ക്ലീൻ ചെയ്യാനും തന്നെ വളരെ വലിയൊരു പാടാണ്. അത്ര മുറി കൂടുന്തോറും അത്രയും ഇത് ഇപ്പം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അവിടെ ഡസ്റ്റും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വരും. അപ്പോൾ പ്രത്യേകിച്ച് കിച്ചണും ഇത്രയും വലിയ കിച്ചണും കാര്യങ്ങളൊക്കെ ആകും. അപ്പോൾ 2 പേരാണെങ്കിൽ അതിൻ്റേതായ അനുസരിച്ചുള്ള വീടാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പുറമേ താമസിക്കുമ്പോൾ നമുക്കറിയാം, കാനഡയിലും UK-യിലും ഓസ്ട്രേലിയയിലും അല്ലെങ്കിൽ US-ലായിക്കോട്ടെ, പുറമേയൊക്കെ നമ്മൾ നാട്ടിലെ പോലെ ചെറിയൊരു പൈസക്ക് നമുക്ക് ഒരിക്കലും നമ്മുടെ ഇതേപോലെ പണികൾ ചെയ്യാനും വീടിൻ്റെ പുറത്താണെങ്കിൽ അകത്തുള്ള പണികൾ ചെയ്യാനുള്ള ആൾക്കാർ ഒരിക്കലും കിട്ടില്ല. വളരെ കാരണം അവർക്ക് പോലും ആ ബേസിക് വേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രിറ്റി മച്ച് അത്യാവശ്യം നല്ല വലിയൊരു എമൗണ്ട് ആവും അവർ വരുമ്പോഴും അവരുടെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ പറ്റുന്ന വീടുകൾ എടുത്താലാണ് നമുക്ക് അതിൻ്റേതായ കാര്യങ്ങളും വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അത് വലിയൊരു കാര്യമാണ്. അത് ഞാൻ ഇവിടെ വീട് വാങ്ങിച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. റിയൽറ്റേഴ്സും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുകൂടാണ്ട് വീടിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്, പിന്നെ അല്ലറ ചില്ലറ അതിൻ്റേതായിട്ടുള്ള യൂട്ടിലിറ്റി ബിൽസ് എല്ലാം അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസും കൂടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വീട് വാങ്ങിക്കുമ്പോൾ. എന്തായാലും വീട് ഓപ്പൺ കൺസെപ്റ്റാണ്. അതേപോലെ തന്നെ ക്രോസ് വെൻറ്റിലേഷനൊക്കെ നല്ല രീതിയിൽ വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ കൺസെപ്റ്റും എല്ലാം പുറത്തൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ച് പോകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയാം നിങ്ങൾക്ക് 2 കോടി 3 കോടി കൊടുത്താൽ ഇതിനേക്കാളും വലിപ്പമുള്ള വീട് ഡെഫിനറ്റ്ലി കിട്ടും. പക്ഷേ അത് പുറത്തുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക സ്പേഷ്യസ് ആയിട്ടുള്ള വീടായിട്ട് തന്നെയാണ് ബേസിക്കലി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതുണ്ട്. പിന്നെ നമുക്ക് ഡെഫിനറ്റ്ലി ഇതേപോലെ പല ആൾക്കാർക്കും നമുക്ക് അറിയാവുന്ന കാര്യമൊന്നും എനിക്കറിയില്ല. ഞാനാണെങ്കിലും ഇങ്ങനെ ബിൽഡേഴ്സ് ഇങ്ങനെ ഡിസ്പ്ലേ ഹോംസ് നമ്മൾ ഇവിടെ പുറമേ ഉള്ള രാജ്യങ്ങളിൽ വെച്ചേക്കുന്നുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് അറിയില്ലായിരുന്നു. അത് പിന്നീടാണ് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയത്. ഇപ്പം ഇതിപ്പോൾ ഓരോ ബെഡ്റൂംസും നേരത്തെ നമ്മൾ ആദ്യം കണ്ടേക്കണ ഇതൊക്കെ പോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം ഒഴിച്ച് ബാക്കി എല്ലാ ബെഡ്റൂമുകളും അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസും അതിൽ ചെറിയൊരു വാക്കിംഗ് ക്ലോസറ്റ് നമുക്ക് എന്തെങ്കിലും ക്ലോത്ത്സും കാര്യങ്ങളും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസും. ചിലതിൽ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും, ചിലതിൽ ഓൾറെഡി അത് കോമൺ ആയിട്ടൊരു ടോയ്ലറ്റും അല്ലെങ്കിൽ 0.5 അല്ലെങ്കിൽ കുളിക്കാനായിട്ടുള്ള സെപ്പറേറ്റ് കാര്യങ്ങളായിട്ടാണ് ബേസിക്കലി വെച്ചേക്കുന്നത്. എന്തായാലും മാക്സിമം വിൻഡോസും വെൻറ്റിലേഷനും കൊടുത്തേക്കുന്ന കാര്യങ്ങളും നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യം, ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കാനഡ വെച്ച് പോകുമ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നല്ല തണുപ്പുള്ള സമയങ്ങളുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അവരുടെ വീടുകൾക്ക് ഇൻസുലേഷൻ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കാനഡയിൽ വെച്ച് പോകുമ്പോൾ തണുപ്പ് കൂടുതലാണ്. ഇവിടെ തണുപ്പിൻ്റെ ഇത് കൂടുതലാണെങ്കിൽ കൂടിയും എന്താ പറയുക ഇവിടെ പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇൻസുലേഷൻ ഉണ്ട്. ഓസ്ട്രേലിയൻ ഹൗസസിന് അത്രയ്ക്ക് ഇൻസുലേഷൻ ഇല്ല. അപ്പോൾ അതൊരു വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അവിടെ പ്രിറ്റി മച്ച് എല്ലാ വീടുകളിലും എസിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ബേസിക്കലി വ്യത്യാസം തോന്നിയത്. എന്തായാലും വീടുകളൊക്കെ കണ്ടു. അത്യാവശ്യം അപ്പുറത്തും നമുക്ക് ഡിസ്പ്ലേ ഹോംസ് കാണാം. എന്തായാലും അവിടെ എന്താ പറയുക നല്ലൊരു വീടുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ വീടുകളൊക്കെ ഇവിടെ പണിയാൻ വേണ്ടി അല്ല കേട്ടോ ഈ 1 മില്യൺ എന്ന് പറഞ്ഞത്. ഇവിടത്തെക്കാലം കുറച്ചും കൂടി എനിക്കൊണ്ട് 15-20 മിനിറ്റ്സും കൂടി കഴിയുമ്പോൾ ഉള്ള റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ അവർ പണിയാനായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഇനി പറഞ്ഞ് ദീർഘിക്കുന്നില്ല. നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.